ഈ സൂട്ട് നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ സൂട്ട് പിൻവലിക്കണമെന്ന ആ, കേന്ദ്രത്തിൻ്റെ ആ ഒരു ഉപാധി അതിനെ സുപ്രീം കോടതി വളരെ നിശ്ചിതമായി വിമർശിച്ചത് നമ്മൾ കാണേണ്ടതുണ്ട്. 131 പ്രകാരം കേരളത്തിന് സ്റ്റേറ്റ്സിന് ഭരണഘടനാനുസൃതമായി ലഭിച്ചിട്ടുള്ള അവകാശം, ആ അവകാശം ഒരു നിഷേധിക്കുക ഒരു ഉപാധിയാക്കി വെക്കാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അത് അവർ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണല്ലോ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, കപിൽ സിബൽ കേരളത്തിന് വേണ്ടി വാദിച്ച കപിൽ സിബൽ അടുത്ത തിങ്കളാഴ്ച കേസ് ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കപിൽ സിബലിനത് മെൻഷൻ ചെയ്യാനുള്ള ലിബർട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച ചർച്ച നടക്കുന്നു. തിങ്കളാഴ്ച തന്നെ നമ്മളത് മെൻഷൻ ചെയ്ത് ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി നമ്മളുടെ, അതായത് വെള്ളിയാഴ്ച നടന്ന ചർച്ചയുടെ റിസൾട്ട് എന്താണോ അത് സുപ്രീം കോടതിയെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ 1, 2 ഇപ്പോൾ നേരത്തെ സുജിയ അതിൻ്റെ വാദപ്രതിവാദങ്ങൾ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നു നാളെ ഏതെങ്കിലുമൊക്കെ ഒരു പത്രം ഈ വാദപ്രതിവാദങ്ങളുടെ വെർബാറ്റിം ട്രാൻസ്ലേഷൻ, അത് വളരെ രസകരം എന്നല്ല, വളരെ എഡ്യൂക്കേറ്റീവ് കൂടിയാണ്. നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ വാദപ്രതിവാദം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയും എക്സൈറ്റഡ് ആണ്. കാരണം അതെ, നമുക്കിപ്പോൾ ടെലിവിഷനിൽ അത് സാധ്യമല്ല, പക്ഷേ പ്രിന്റിലോ അല്ലെങ്കിൽ വെബിലോ ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇത്തരത്തിൽ സുപ്രീം കോടതി തന്നെ എക്സൈറ്റഡ് ആണ്. സുപ്രീം കോടതി പറഞ്ഞ ഇത്തരത്തിലുള്ള വിഷയം വരുന്നത് ആദ്യമായിട്ടാണ് എന്നാണ്. അത് ഞങ്ങൾ പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ സുപ്രീം കോടതി അതിനോട് വിമുഖത കാണിക്കുകയല്ല ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വരേണ്ടതാണ്, സുപ്രീം കോടതിയിൽ ഇതുവരെ വന്നിട്ടില്ല, അപ്പോൾ അവർ അതിനെ വെൽക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ചുരുക്കം പറഞ്ഞാൽ സാമ്പത്തിക ഞെരുക്കമാണ് കേന്ദ്രം നടത്തുന്നത് എന്നുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കേരളത്തിന്റെ വിമർശനം ഉണ്ടല്ലോ, അത് സ്ഥാപിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്സ് പറയുമ്പോൾ പറയുന്നുണ്ട് ലീഗൽ സൈഡിലേക്ക് വരുമെന്ന്. പൊളിറ്റിക്കലാണെന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം അല്ല അവിടെ, അത് വളരെ വിശാലമായ രാഷ്ട്രീയ പ്രശ്നമാണ്. അത് ഫെഡറൽ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിശാലമായ രാഷ്ട്രീയ വിഷയമാണ്. അതിനകത്ത് നമ്മൾ CPM എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ BJP എന്നോ കാണരുത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എങ്ങനെ പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണമാണ് നമുക്ക് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും കക്ഷി രാഷ്ട്രീയവും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറയും. നമുക്ക് ഇവിടെ നവകേരള യാത്രയുണ്ടായിരുന്നു, അത് ഈ കാര്യം പറയാൻ വേണ്ടിയാണ്. കേരളത്തിന് ദില്ലിയിൽ നടത്തിയിട്ടുള്ള സമരം, ഇന്ത്യ ബ്ലോക്കിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമരം, അതും ഈ പറയുന്ന വിഷയത്തിലായിരുന്നു. മനുഷ്യച്ചങ്ങല DYFI സംഘടിപ്പിച്ചിട്ടുള്ളത് അതും ഈ വിഷയത്തിലായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിലൂടെയും ഈ വിഷയത്തിൽ കുറച്ചുകൂടി പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ LDFനും സംസ്ഥാന സർക്കാരിനും സാധിച്ചിരിക്കുന്നു. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പിണറായി വിജയൻ സർക്കാർ വിജയിച്ചിരിക്കുന്നു എന്നുള്ള. നമുക്ക് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് വെറും കടമെടുക്കൽ പരിധിയുടെ കാര്യത്തിൽ മാത്രമാണ്. കേരളം ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല. നമുക്ക് 7 കൊല്ലം കൊണ്ട് 1,07,500 കോടിയുടെ കുറവുണ്ട് എന്നാണ് കേരളത്തിൻ്റെ കേസ്. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ ലൊക്കേഷൻ മാത്രമല്ല, വിടവ് നികത്താൻ അനുവദിക്കുന്ന ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, AMS അടക്കമുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു ഈ കേന്ദ്രാവഗണന മൂലം എന്ന അടക്കമുള്ള നിരവധിയായ വിഷയങ്ങൾ കേരളം പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിരുന്നു. അതിനൊക്കെ തന്നെയും വിശ്വാസ്യത ഉണ്ടായിരിക്കുന്നു. Meet the editors.